ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണേ. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ പൈറോൾ. പൈറോളിൽ എന്തുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പൈറോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ഫ്യൂറാൻ ആൻഡ് തയോഫിൻ വളരെ ഹൈ ആയിരിക്കും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അരോമാറ്റിക് ക്യാരക്ടറാണ്. നിങ്ങൾ ഇതൊരു കോഡ് പോലെ പഠിച്ചു വെച്ചോ, TPF. തയോഫീനിന് അരോമാറ്റിക് ക്യാരക്ടർ കൂടുതലാണ്. TPF തയോഫീനിന് അരോമാറ്റിക് ക്യാരക്ടർ കൂടുതലാണ്. എന്നിട്ട് പൈറോൾ, എന്നിട്ട് മാത്രമേ ആര് വരുന്നുള്ളൂ? ഫ്യൂറാൻ വരത്തുള്ളൂ. Like benzene, these heterocyclic compounds exhibit aromatic character and are resonance stabilized. Okay. However, the resonance energy are much lower than that of benzene and decrease in the order thiophene, pyrrole, furan. In these heterocyclic compounds, dipolar structures are important contributing structures. പിന്നെ ഇതിൽ വേറൊന്നും നോക്കണ്ട. എന്തുകൊണ്ടാണ് ഇവരൊക്കെ അരോമാറ്റിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ലോൺ പെയേഴ്സ് ഉണ്ടല്ലോ, ലോൺ പെയേഴ്സ്, ടോട്ടൽ 6 electron consisting of 2 lone pairs are 2 pi electron pairs and 1 lone pair are available for delocalization. Hence they show aromatic character. പിന്നെ ബെൻസീൻ അണ്ടർഗോ ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസും ഇവരിൽ അണ്ടർഗോ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവർ എഡിഷൻ റിയാക്ഷൻസ് ഒന്നും അണ്ടർഗോ ചെയ്യില്ല, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ അണ്ടർഗോ ചെയ്യും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫ്യൂറാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4 ഫ്യൂറാനിൽ എത്ര എണ്ണം ഉണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. അപ്പം 2 പൈ ഇലക്ട്രോൺ പെയർസും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ, ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ, ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ, അപ്പോൾ ടോട്ടൽ 6. ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പ്രകാരം 4n+2 4 × 1 + 2 = 6 ഇലക്ട്രോൺസ് പ്രൂവ്ഡ് അല്ലേ? സോ ദേ ഷോ അരോമാറ്റിക് ക്യാരക്ടർ ആൻഡ് ദേ ഡോണ്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റിയാണ്. റിയാക്ടിവിറ്റി നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബെൻസീൻ എന്താണ് അവിടുത്തെ കോഡ്? BTFP. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് പൈറോളാണ്, BTFP. ഏറ്റവും റിയാക്ടിവിറ്റി കുറവ് ബെൻസീനാണ്. റിയാക്ടിവിറ്റി ആരാണോ ഏറ്റവും കുറവ് അയാളായിരിക്കും സ്റ്റേബിൾ. സോ BTFPയിലെ ബെൻസീൻ ഇസ് വെരി മച്ച് സ്റ്റേബിൾ. ഓക്കെ, അപ്പം ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കാനില്ല. പൈറോളിനാണ് റിയാക്ടിവിറ്റി വളരെ കൂടുതലും. നമ്മളത് പിന്നെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇപ്പോൾ നോക്കണ്ട. നമുക്കിനി ഫസ്റ്റ് പഠിക്കേണ്ട കോമ്പൗണ്ട് തയോഫീൻ. തയോഫീൻ എങ്ങനെയാണ്? C4H4 S. തയോഫീൻ്റെ പ്രിപ്പറേഷൻ പഠിക്കേണ്ട. ഒരു പ്രിപ്പറേഷൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. 2CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2S = നമുക്ക് തയോഫീൻ കിട്ടും. അലുമിനിയം Al2O3യുടെ പ്രസൻസിൽ നമുക്ക് തയോഫീൻ കിട്ടും, S. ഓക്കെ, അപ്പം നമ്മുടെ ഈതൈനും ഹൈഡ്രജൻ സൾഫൈഡും അലുമിനിയം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തയോഫീൻ കിട്ടും. പിന്നെ മറ്റേ നിങ്ങൾ പാൽനോർ സിന്തസിസ് എഴുതിയാൽ മതി. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ്? തയോഫീൻ അണ്ടർഗോ ഹാലജനേഷൻ, സൾഫനേഷൻ, നൈട്രേഷൻ അറ്റ് പൊസിഷൻ 2. വേറെ ഒന്നും നോക്കണ്ട, ഏത് പൊസിഷനാണെന്ന് നോക്കിയൊക്കെ റിയാക്ഷൻ ചോദിക്കുമ്പോൾ അതുപോലെ അങ്ങ് എഴുതുക. ക്ലോറിനേഷൻ അറ്റ് പൊസിഷൻ 2. എങ്ങനെ പൊസിഷൻ 2 വന്നത്? 1, 2. ബ്രോമിനേഷൻ ഇവിടെ നിങ്ങൾ നോക്കണ്ട. അയഡിനേഷൻ അറ്റ് പൊസിഷൻ 2, നൈട്രേഷൻ അറ്റ് പൊസിഷൻ 2, സൾഫനേഷൻ അറ്റ് പൊസിഷൻ 2, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അറ്റ് പൊസിഷൻ 2. അപ്പം ഇതെത്രയും നോക്കുക. ഹാലജനേഷൻ നോക്കണ്ട. നൈട്രേഷൻ, അയഡിനേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, ഇത് മാത്രമാണ് നമ്മൾ തയോഫീനിൽ നോക്കുന്നത്. അടുത്ത് എഡിഷൻ റിയാക്ഷൻ. വേറൊരു കാര്യം, ഇവിടുത്തെ ഒരു പോയിന്റിൽ അവർ പറയുന്നത് എന്താണെന്നറിയാം. ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൽഫയിലും നടക്കാം, ബീറ്റയിലും നടക്കാം. പക്ഷേ ആൽഫയാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ആൽഫ പൊസിഷനാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. 2 അല്ലെങ്കിൽ 5ലാണ് കൂടുതൽ നടക്കുന്നത്. ഇത് രണ്ടും ബ്ലോക്ക്ഡ് ആണെങ്കിൽ മാത്രമേ 3, 4 നടക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത അഡിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജനേഷൻ റിയാക്ഷനിൽ ഇത് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഹൈഡ്രജനും പലേഡിയത്തിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ടെട്രാഹൈഡ്രോ തയോഫീൻ കിട്ടും. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പലേഡിയം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ യൂസ് ചെയ്യാൻ കാരണം? സൾഫർ ഒരു കാറ്റലിറ്റിക് പോയിസൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലേഡിയം കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ ടെട്രാഹൈഡ്രോ തയോഫീൻ നമുക്ക് കിട്ടും. പക്ഷെ റാനി നിക്കലാണെങ്കിൽ എന്താവും?
റാനി നിക്കലാണെങ്കിൽ ഇത് ക്ലോസ്ഡ് റിംഗ് ഒക്കെ മാറി ഒരു സ്ട്രെയിറ്റ് ചെയിൻ വരും, എൻ ബ്യൂട്ടൈൻ ഫോം ചെയ്യും. റാനി നിക്കൽ എല്ലായിടത്തും ഇതുപോലെ സ്ട്രെയിറ്റ് ചെയിനാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആയോ? തയോഫീൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇന്ന് പഠിച്ചത് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ബോയിലിംഗ് പോയിന്റിനെ പറ്റി പറഞ്ഞു. അരോമാറ്റിക് ക്യാരക്ടർ ദ ഫോർമുല TPF ആൻഡ് ദ റിയാക്ടിവിറ്റി ഫോർമുല BTFP ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ സബ്സ്റ്റിറ്റ്യൂഷൻ occurring at 2 and 5 പൊസിഷൻ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുമ്പോഴാണ് 2 and 5 പൊസിഷനിൽ എന്തുകൊണ്ട് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. 3 and 4 ബ്ലോക്ക്ഡ് ആണെങ്കിൽ 2 and 5 ബ്ലോക്ക്ഡ് ആണെങ്കിൽ മാത്രമേ 3 and 4 പോകത്തുള്ളൂ. പിന്നെ തയോഫിൻ അതിൻ്റെ 1 പ്രിപ്പറേഷൻ ആൻഡ് പാലനോർ സിന്തസിസ്. പിന്നെ പ്രോപ്പർട്ടീസിൽ നമ്മൾ കുറച്ച് ക്ലോറിനേഷൻ അയഡിനേഷൻ നൈട്രേഷൻ സൾഫണേഷൻ ആൻഡ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനും പിന്നെ വന്നിട്ട് അഡിഷൻ റിയാക്ഷൻ ഹൈഡ്രജനേഷൻ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ തയോഫിനിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. താങ്ക് യു.